നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തിനൊപ്പം അമേരിക്കയും പങ്കുചേർന്നെന്ന സൂചന. അമേരിക്കയുടെ ബോംബർ വിമാനമായ B-2 ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ 9ാം ദിവസവും ഇറാനും ഇസ്രയേലും ആക്രമണം തുടരുകയാണ്. അതിനിടെ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം അൻവർ പാലേരിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം മുഹമ്മദ് അൻവറിലേക്ക്. അൻവർ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അത് കുറച്ചുകൂടി ആശങ്ക ജനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ സമാധാന പ്രേമികൾക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നതുമാണ്. അമേരിക്ക കൂടി നേരിട്ട് ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങളാണ് പുറത്തുവിടുന്നത്. പലതരത്തിലുള്ള സാധ്യതകൾ, അമേരിക്ക നേരിട്ട് ഇതിൽ ഭാഗമാകാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ, അതിന്റെ കാരണങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിലയിരുത്തിയതാണ്. ഇപ്പോഴത്തെ ഈ B-2 ബോംബർ വിമാനത്തിന്റെ നീക്കത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഒപ്പം അവസാന ഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകൾ അതിൽ പ്രതീക്ഷ വെക്കണോ? ഗൂഗിൾ, അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് 2 ആഴ്ച കൊണ്ട് ഉത്തരം പറയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ്. നേരത്തെ അത് കഴിഞ്ഞ് 2 ദിവസമേ ആയുള്ളൂ. അപ്പോഴാണ് ഈ നിർണായകമായ വിവരം അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി അമേരിക്കയുടെ B-2 പോർ വിമാനം ഇറാൻ കേന്ദ്രമാക്കി നീങ്ങുന്നു എന്ന വാർത്തകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അമേരിക്കയുടെ പക്കൽ മാത്രമുള്ള ഒരു ബോംബർ വിമാനമാണ്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ, ഭൂമിക്ക് അടിയിലുള്ള ആണവ കേന്ദ്രങ്ങളെ 90 മുതൽ 100 മുതൽ മീറ്റർ വരെ ഭൂമിക്ക് അടിയിൽ ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളാണ് ഇവ ആ ഇറാൻ കേന്ദ്രമാക്കിയ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങുന്നു എന്ന വാർത്ത അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇതോടൊപ്പം തന്നെ ഇതിന് റീഫ്യൂൽ ചെയ്യാനുള്ള, ഇന്ധനം നിറക്കാനുള്ള വിമാനങ്ങളും പെഗാസസ് വിമാനങ്ങളും ഇതിനോടൊപ്പം ഉണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അമേരിക്കൻ നിർണായക സുരക്ഷാ കൗൺസിൽ യോഗത്തിന് പങ്കെടുക്കാനിരിക്കെ ഉടൻ തന്നെ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കും. എത്തരത്തിലാണ് അമേരിക്കയുടെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് എന്ന് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളുടെ തലവന്മാർ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട യോഗമാണത്. ആ യോഗത്തിന് തൊട്ട് മുന്നോടിയായി ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ വിമാനം ഇറാനിലേക്ക് അയക്കുന്നെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിനെ അറിയുന്ന വിദേശ നിരീക്ഷകരടക്കം പങ്കുവെക്കുന്ന കാര്യം. നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ, ഞങ്ങൾ ആക്രമിക്കുമെന്നൊരു ഫീൽ ഇറാന് മേൽ വരുത്താൻ ഞങ്ങൾ ആണവ കരാറിൽ അമേരിക്കയുമായി ഇപ്പോഴും ഒരു അനൗദ്യോഗിക ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്ക വെച്ച ക്ലോസുകൾ അംഗീകരിച്ച് നിങ്ങൾ ആ കരാറിൽ ഒപ്പുവെക്കണം, എന്നുള്ള യുദ്ധം ഒഴിവാക്കണം എന്നുള്ള സമ്മർദ്ദത്തിന് ഭീഷണിയായി മാത്രമാണ് ഈ നീക്കം കാണുന്നവരുമുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രവചനാതീത സ്വഭാവം കണക്കിലെടുത്ത് അദ്ദേഹം 2 ആഴ്ച സമയം ചോദിച്ചത് അമേരിക്കയ്ക്ക് ഒരുങ്ങാനാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസ് നിന്ന് വേണം ഇപ്പോൾ ഇറാൻ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചാൽ അവർക്ക് ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനും ആ ഒരുക്കങ്ങളുടെ തയ്യാറെടുപ്പിനും വേണ്ടിയാണ് 2 ആഴ്ച സമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചതെന്ന വിലയിരുത്തുന്ന നിരീക്ഷകരുമുണ്ട്. നേരത്തെ തന്നെ ഇപ്പോൾ പുറപ്പെട്ട വിമാനം B-2 ബോംബർ വിമാനം ജപ്പാനിലേക്കാണ് പോകുന്നത്. ജപ്പാൻ അവിടെ അമേരിക്കയുടെ ഐലൻഡ് ഉണ്ടാകും, അങ്ങോട്ടാണ് പോകുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുക, ഒപ്പം ഇസ്രായേലിനൊപ്പം ഞങ്ങളുണ്ടെന്ന സന്ദേശം, ഒരു ഭീഷണിയുടെ സ്വരമാണ് അമേരിക്ക ഈ നിലവിലെ സാഹചര്യത്തിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിലടക്കം അതിനുണ്ടാക്കുന്ന ഇമ്പാക്ട്, പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. റഷ്യയും തുർക്കിയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുന്നുണ്ട്. ഇന്നലെ ചേർന്ന രക്ഷാസമിതി യോഗത്തിലും എന്ത് ആണവായുധമാണ് ഇറാൻ വികസിപ്പിക്കുന്നതെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ലോകത്തെ ബോധിപ്പിക്കണം, ലോകത്തോട് പറയണമെന്ന് റഷ്യ നിലപാടെടുത്തതാണ്. തുർക്കി ആകട്ടെ ഒരു പടി കൂടി കടന്ന് ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണം അംഗീകരിക്കണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തുർക്കിയും നൽകിയിട്ടുണ്ട്. അതായത് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടാൽ
അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചില്ലറയായിരിക്കില്ല ഗോകുൽ. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രവചനാതീത സ്വഭാവം ആർക്കും അത് മനസ്സിലാകുന്നില്ല. എത്തരത്തിലുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ അമേരിക്കൻ B-2 വിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗോകുൽ. തീർച്ചയായും. ഏതായാലും ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ നീക്കം, അമേരിക്ക ഇസ്രയേലിന്റെ പക്ഷം ചേർന്നാൽ മറുവശത്ത് തുർക്കിയും റഷ്യയും ഒക്കെ ചേർന്ന് മറ്റൊരു ചേരി കൂടി രൂപപ്പെട്ടാൽ ആ സംഘർഷം അല്ലെങ്കിൽ ആ യുദ്ധം അത് വിനാശകരമാകുമെന്ന് ഉറപ്പാണ്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും ചർച്ചകളായി പുരോഗമിക്കുന്നുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ GCC രാജ്യങ്ങളിൽ ആശങ്ക. ആണവ കേന്ദ്രങ്ങൾ ആക്രമണ ലക്ഷ്യമാക്കുന്നതിനെതിരെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തി. ഭൂമിശാസ്ത്രപരമായി ഗൾഫ് രാജ്യങ്ങളുമായി അടുത്തുകിടക്കുന്ന ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണ ലക്ഷ്യമാക്കുന്നത് ആണവ ചോർച്ചയ്ക്ക് കാരണമായേക്കുമെന്ന ആശങ്കയാണ് ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ പങ്കുവയ്ക്കുന്നത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സംഘർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇതിനിടെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ അൽത്താനി ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരക്ചിയുമായി ഇന്ന് ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തി. ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ വിദേശകാര്യമന്ത്രിമാരുടെ 51ാമത് യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാനെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഖത്തർ പ്രധാനമന്ത്രി ഇറാന്റെ പരമാധികാരത്തിന്റെയും സുരക്ഷയുടെയും നഗ്നമായ ലംഘനമാണിതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും തത്വങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ആക്രമണമെന്നും ആവർത്തിച്ചു. ഇതിനിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിലെ അംബാസഡർമാരുമായി ഇന്ന് വിയന്നയിൽ കൂടിക്കാഴ്ച നടത്തി. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ GCC രാജ്യങ്ങളുടെ ആശങ്കകൾ യോഗത്തിൽ ചർച്ചയായി. മേഖലയിലെ ആണവ സുരക്ഷയെക്കുറിച്ചുള്ള GCC രാജ്യങ്ങളുടെ ആശങ്ക അംബാസഡർമാർ IAEA മേധാവിയുമായി ചർച്ച ചെയ്തു. റേഡിയേഷൻ സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സംവിധാനത്തിനും നേരിട്ടുള്ള ഭീഷണി ഉയർത്തുന്നതാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് അംബാസഡർമാർ ചൂണ്ടിക്കാട്ടി. ഇതിനിടയിലും ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ കൂടുതൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രം നശിപ്പിക്കാൻ ശേഷിയുള്ള B-2 ബോംബറുകൾ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചതായും ഫോർദോ ആണവ നിലയം ആക്രമിക്കാനുള്ള ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നും ഒരു മുതിർന്ന ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രായേലി ദിനപത്രമായ ഹാരിറ്റ്സ് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അൻവർ പാലേരി, 24 ദോഹ. കൂടുതൽ വിവരങ്ങളുമായി അൻവർ പാലേരി ചേരുന്നുണ്ട് തത്സമയം. അൻവർ പാലേരി, ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അമേരിക്കയുടെ B-2 ബോംബർ വിമാനത്തിന്റെ നീക്കം സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിന്റെ ഭാഗമായാൽ, പ്രത്യേകിച്ച് GCCയുടെ ഭാഗമായ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അമേരിക്കയുടെ സൈനിക ബേസുകളുണ്ട്. അത്തരത്തിൽ അമേരിക്കയുടെ ഒരു നേരിട്ടുള്ള ഇടപെടൽ, അതിനോട് GCC രാഷ്ട്രങ്ങളുടെ പ്രതികരണം എങ്ങനെയാവും? അതിനപ്പുറം ഈ GCC രാഷ്ട്രങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള എയർബേസുകളിൽ നിന്ന് അല്ലാതെ ഇറാന് മേലൊരു ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഈ ഘട്ടത്തിൽ സാധ്യതകളുണ്ടോ? ഗോകുൽ, അമേരിക്കൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഖത്തറിലെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അറബ് ലോകത്തെ GCC രാജ്യങ്ങളിലെ മാധ്യമങ്ങളോ ആ തരത്തിൽ ഏറ്റെടുത്തതായി തോന്നുന്നില്ല. കാരണം ട്രംപ് ആയതുകൊണ്ട് തന്നെ ട്രംപ് എപ്പോൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായി അടുത്ത കാലത്ത് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന പലതരത്തിലുള്ള കച്ചവട ഡീലുകൾ, വലിയ തരത്തിലുള്ള കോടിക്കണക്കിന് ഡോളറുകളുടെ ഡീലുകൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ട്രംപ് അത്തരത്തിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ. എല്ലാ കാലത്തും നമുക്കറിയാം, ഇതുവരെ ഇറാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിലും എല്ലാ വിഷയങ്ങൾക്ക് പിന്നിലും അമേരിക്കയുടെ ഒരു മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ ശക്തമായി തന്നെ ഉണ്ട്. എന്നാൽ നേരിട്ട് യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല. കാരണം ഇസ്രായേൽ മാധ്യമങ്ങളിലും ഹാരിറ്റ്സിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം വന്നത്. പിന്നീട് അമേരിക്കൻ മാധ്യമങ്ങൾ അത് പറയുന്നു എന്നല്ലാതെ ഗൾഫിൽ അതുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ആശങ്ക അമേരിക്ക നേരിട്ട് ഇടപെടുന്നു എന്ന തരത്തിലുള്ള ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമ താവളങ്ങളുണ്ട്. പലതരത്തിൽ അമേരിക്കയും ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പൊ പുതിയ പലതരം കച്ചവട ബിസിനസ് ഡീലുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം താല്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ട് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഈ പറഞ്ഞ തരത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഗൂഗിൾ. ശരി, അൻവർ പാലേരിയാണ് ദോഹയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ഏതായാലും കച്ചവട താല്പര്യങ്ങളിലെങ്കിലും മുൻനിർത്തി അമേരിക്ക ഇത്തരത്തിലൊരു നേരിട്ടൊരു നീക്കത്തിലേക്ക് കടക്കില്ല എന്നതാണ് GCC രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് അവരുടെ എയർബേസുകളടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്ഥിതിക്ക് ഏതായാലും B-2 ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നു, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ദിശയിലേക്ക് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ നീങ്ങുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതൊരു വിനാശകരമായ യുദ്ധത്തിലേക്ക് സംഘർഷത്തിലേക്കും കടക്കാതിരിക്കട്ടെ, അതിനുള്ള ചർച്ചകളും ഒരു വശത്ത് GCC രാജ്യങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രിമാരുടെയൊക്കെ തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ചകൾ ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പൗരന്മാരെയും മടക്കിക്കൊണ്ടുവരും. ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ച 100 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സഹായവുമായി ജോർദാനും രംഗത്തെത്തി. അതിനിടെ മഷാദിൽ നിന്നുള്ള മറ്റൊരു വിമാനം കൂടി ഡൽഹിയിലിറങ്ങി. സംഘത്തിൽ മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിനിയുമുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇറാനിലെ ഇന്ത്യക്കാരോട് ടെലിഗ്രാം വഴിയോ ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയോ ഉടൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. നേപ്പാളിൻ്റെയും ശ്രീലങ്കയുടെയും അഭ്യർത്ഥന മാനിച്ച് ഇരു രാജ്യങ്ങളുടെയും പൗരന്മാരെയും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇന്ത്യ തിരികെ കൊണ്ടുവരും. ഇസ്രായേലിൽ നിന്ന് കരമാർഗം 100ഓളം ഇന്ത്യക്കാരെ ജോർദാനിൽ എത്തിച്ചു. ഇവരെ റോയൽ ജോർദാനിയൻ എയർലൈൻസ് വഴി നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം. ഇറാനിലെ മഷാദിൽ നിന്ന് 256 പേരുമായി രണ്ടാമത്തെ സംഘം വൈകിട്ടോടെ ഡൽഹിയിലെത്തി. സംഘത്തിൽ മലപ്പുറം സ്വദേശിനിയായ ആദ്യവർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാദിലയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി എല്ലാ സഹായങ്ങളും നൽകിയെന്ന് ഫാദിലയുടെ പിതാവ്. കമ്മ്യൂണിക്കേഷൻ കുറവായതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്രകാരം ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് ബ്ലോക്ക് ആവും. അത് കാരണം അപ്പോൾ പിന്നെ ഇടയ്ക്ക് ബ്ലാസ്റ്റുകൾ കാണുന്നുണ്ട്, അവരും ഫോട്ടോ അയക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തിയ സ്ഥിതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സിറ്റിയിൽ വേറെ സിറ്റിയിലേക്ക് പോകുമ്പോഴും ആശങ്കയുണ്ടായിരുന്നു. ചെക്ക് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആശങ്കയുണ്ടായിരുന്നു. ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നും കൂടി ആകുമ്പോൾ അവർ കിട്ടുന്ന ഇൻഫർമേഷൻ ഇവിടുന്ന് അവർ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞു. മഷാദിൽ നിന്നുള്ള 3ാമത്തെ വിമാനം രാത്രി 11:30 ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. ഇതുവരെ 827 ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അച്യുതൻ, 24, ഡൽഹി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2026 സമാധാന നൊബേൽ പുരസ്കാരം നൽകണമെന്ന ശുപാർശയുമായി പാകിസ്ഥാൻ. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടില്ലെന്ന വാദം ഇന്ത്യ ആവർത്തിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ നീക്കം. സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ നയതന്ത്ര നേതൃപാടവത്തിന് നൊബേൽ അർഹിക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ വാദം. പാകിസ്ഥാൻ സേനാ മേധാവി അസം മുനീറിന് വൈറ്റ് ഹൌസിൽ ട്രംപ് വിരുന്നൊരുക്കിയതിന് പിന്നാലെയാണ് പാരിതോഷികമായി നൊബേൽ ശുപാർശ. ട്രംപിന്റെ നിർണായക ഇടപെടലാണ് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കാരണമായത്. ആണവശക്തികൾ തമ്മിലെ സംഘർഷം വലിയ യുദ്ധമായി മാറാതിരുന്നത് ട്രംപിന്റെ നയതന്ത്ര നേതൃപാടവം കൊണ്ടാണ്. കശ്മീർ പ്രശ്നം പരിഹരിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം മാനിക്കുന്നതായും പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിൽ പറയുന്നു. ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും നൊബേലിന് ട്രംപിന് ശുപാർശ ചെയ്യുമെന്ന് അസിം മുനീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പുറമെ റുവാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്രായേൽ പലസ്തീൻ റഷ്യ യുക്രൈൻ സംഘർഷങ്ങളിലും താൻ സമാധാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും തന്നെ നൊബേലിന് പരിഗണിക്കാൻ ഇടയില്ലെന്നാണ് ട്രംപിന്റെ പരിഭവം. I would think the Abraham Accords would be a good one too. They won't give me a Nobel Peace Prize because they only give it to liberals. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും സൈനിക നടപടികൾക്ക് പ്രേരിപ്പിക്കാതിരിക്കുന്നതിനും സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നവരെയുമാണ് നൊബേലിനെ പരിഗണിക്കാറുള്ളത്. എന്നാൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിലടക്കം അമേരിക്കയുടെ പങ്ക് വ്യക്തമാണെന്നിരിക്കെ പാക് നീക്കത്തിനെതിരെ വിമർശനമുയരുകയാണ്. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ ട്രംപ് മധ്യസ്ഥത വഹിച്ചെന്ന വാദത്തെ കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. ഇരു രാജ്യത്തെയും സൈനിക മേധാവികൾ തമ്മിലാണ് ചർച്ച നടന്നതെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ആക്രമണം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. എന്നാൽ വ്യാപാരബന്ധം മുൻനിർത്തി തന്റെ ഇടപെടലിലൂടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്നാണ് ട്രംപിന്റെ വാദം. 24, ഡൽഹി. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. ഇറാനിൽ കുടുങ്ങിയ 334 കുവൈറ്റ് പൗരന്മാരെ കുവൈറ്റ് എയർവേസ് രാജ്യത്ത് തിരിച്ചെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര പദ്ധതിയുടെ ഭാഗമായാണ് നടപടി.
പൗരന്മാരെ ആദ്യം ഇറാനിലെ മഷാദിൽ നിന്ന് കരമാർഗം തുർക്ക്മെനിസ്ഥാനിലെ അഷ്ഗാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാറ്റിയതോടെയാണ് തിരിച്ചുവരവ് ആരംഭിച്ചത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കുവൈറ്റ് പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതി തയ്യാറാക്കിയതായും അധികൃതർ അറിയിച്ചു. 11ാം അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി. ആദ്യമായി പൊതുവേദിയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ 1500-ലധികം പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ മെഗാ യോഗ സെഷൻ സംഘടിപ്പിച്ചു. സാൽമിയ ബുലാവറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ്, ആയുഷ് മന്ത്രാലയം, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. ആദ്യമായി പൊതുവേദിയിൽ സംഘടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന് കുവൈറ്റിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദോസ് സ്വൈക്ക നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി. OCA ഡയറക്ടർ ജനറൽ ഹുസൈൻ അൽ മുസല്ലം യോഗ ഒരു അംഗീകൃത കായിക ഇനമാണെന്ന് വിവരിച്ചു. സമ്മേളനത്തിൽ പത്മശ്രീ ആചാര്യ HR നാഗേന്ദ്ര, കുവൈറ്റിൽ യോഗ പ്രചരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രാജകുടുംബാംഗവും പത്മശ്രീ ബഹുമതിയുമുള്ള ഷെയ്ഖ AJ അൽ സബാഹ് എന്നിവർ സന്നിഹിതരായിരുന്നു. യോഗ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ചു. വിദേശ നയതന്ത്രജ്ഞർ, സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ, ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ, യോഗാപ്രേമികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള 1500-ലധികം പേർ പരിപാടിയിൽ പങ്കാളികളായി. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. അൽഖോബാർ ഇർഷാദുൽ ഔലാദ് മദ്രസ വിദ്യാർത്ഥികളുടെ സർഗസംഗമം സംഘടിപ്പിച്ചു. 23 ഇനങ്ങളിലായി 300ഓളം കലാപ്രതിഭകൾ മാറ്റുരച്ചു. മദ്ഹ് ഗീതങ്ങളുടെ മധുരിത താളങ്ങൾ കീണം പകർന്ന് 300ഓളം വിദ്യാർത്ഥി കുസുമങ്ങൾ വിരുന്നെത്തിയ സർഗവസന്തം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ നവ്യാനുഭവം സമ്മാനിക്കുന്നതായിരുന്നു. പ്രവാസത്തിലെ പൊള്ളുന്ന ചൂടിന് കുളിരേകി പേമാരി പോലെ പെയ്തിറങ്ങിയ ഇശൽമഴ അക്ഷരാർത്ഥത്തിൽ നവ്യാനുഭൂതി തീർക്കുന്നതായിരുന്നു വീക്ഷിക്കാനെത്തിയ ആസ്വാദകർക്കും. അൽഖോബാർ ഇർഷാദുൽ ഔലാദ് മദ്രസയിലെ 300ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് സർഗസംഗമം 2025 പങ്കെടുത്ത് വിസ്മയം തീർത്തത്. കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ സെക്ഷനുകളിലായി 23 ഇനങ്ങളിലായിരുന്നു വിവിധ മത്സരങ്ങൾ. കഥ പറയലും പ്രസംഗവും പാട്ടും വരയും ദഫ്മുട്ടും കവാലിയും ബുർദയുമെല്ലാം താളവിസ്മയങ്ങളാൽ മഴത്തുള്ളികളായി കാഴ്ചക്കാരിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു. എല്ലാം ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു മിടുക്കികളും മിടുക്കന്മാരും. ഭക്ഷണം ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അധ്യാപകരും മദ്രസ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികൾക്കൊപ്പം കൂടി. എല്ലാം അസലായപ്പോൾ പിന്നെ സർഗസംഗമവും പൊടിപൊടിച്ചു. ICF റീജിയണൽ പ്രസിഡന്റ് മൂസ സുഹരിയുടെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ തസ്കിയ സെക്രട്ടറിയും പ്രധാന അധ്യാപകനുമായ സുബൈർ സഖാഫി കോട്ടയം സർഗസംഗമം ഉദ്ഘാടനം ചെയ്തു. ഒടുവിൽ പരിപാടി പരിസമാപ്തിയിലെത്തിയപ്പോൾ യഥാക്രമം മുനവ്വറ, മുഖറമ, മുഖദ്ദസ എന്നീ ഗ്രൂപ്പുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹമീദ് പാപ്പിനിശ്ശേരി, സുലൈമാൻ ഹാജി ലുലു, ജക്കരിയ കണ്ണൂർ, അഷ്റഫ് വാണിമേൽ, ഇക്ബാൽ വാണിമേൽ, ഹബീബ് ഹരിപ്പാട്, ഷിഹാബ് കാരിക്കുളം, മുഹമ്മദ് അലി കാരിക്കുളം, റിയാസ് മുസ്ലിയാർ പറവണ്ണ, അബ്ദുള്ള സഖാഫി വിളത്തൂർ, ജമാൽ ബുഖാരി, ഇർഷാദ് ബുഖാരി, റിയാസ് ബുഖാരി, അഷ്റഫ് ആമയൂർ എന്നിവർ സർഗസംഗമത്തിന് നേതൃത്വം നൽകി. ബഷീർ പാടി സ്വാഗതവും ഷഫീഖ് പാപ്പനിശ്ശേരി നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ശ്രീ രവിശങ്കർ കൊളംബിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. ചെറിയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരു വലിയ കാഴ്ചപ്പാടിനായി നിലവിലുള്ള ഭരണകൂടങ്ങളോട് ഒന്നിക്കാൻ ശ്രീ രവിശങ്കർ ആഹ്വാനം ചെയ്തു. വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും എല്ലാ അജണ്ടകളും മാറ്റിവെച്ച് രാജ്യത്തിന്റെ ദീർഘകാല നന്മയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പുരോഗതിയിലേക്കുള്ള പാത കാണാൻ കഴിയും. ലോകത്തിന്റെ പരിവർത്തനത്തിനായുള്ള നേതൃത്വം എന്ന പേരിൽ ബൊഗോട്ടയിൽ നടത്തിയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ രവിശങ്കർ. കൊല്ലം കൊട്ടാരക്കരയിൽ പെയ്ത കനത്ത മഴയിൽ അക്ഷയ കേന്ദ്രം തകർന്നു. മാവടിയിൽ പ്രവർത്തിച്ചിരുന്ന അക്ഷയ കേന്ദ്രമാണ് തകർന്നത്. ജീവനക്കാരി ശ്രീജ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ നശിച്ചു.
മഴ ഉണ്ടായിരുന്നു അന്നേരം ഈ സംഭവം നടക്കുമ്പോൾ മഴയില്ല, പക്ഷെ മഴയത്തായിരിക്കും ഈ ഈർപ്പം പിടിച്ച് ഭിത്തി പൊടിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അതിനകത്ത് എങ്ങനെ എന്തോ പെട്ടെന്ന് വന്നങ്ങ് ഇദ്ദേഹത്തോട്ട് വീഴുമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അന്നേരം ഒരു ഫോട്ടോ കോപ്പി എടുക്കാനായിട്ടൊരമ്മ, ഈ അഗ്രീസാക്ക് എന്ന് പറഞ്ഞാൽ അതും കൂടെ ചെയ്യാനായിട്ട് ഒരമ്മ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുന്നേറ്റത് കൊണ്ട് ഏണിനെ വന്നിടിച്ചുള്ളൂ. അത് ആ മണ്ണിന് അടിയിലോട്ട് പോയി, കാലും എല്ലാം അതിൻ്റെ അടിയിലായിരുന്നു. പിന്നെ അത് വലിച്ചൂരി എടുക്കുമായിരുന്നു ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്നിട്ട്. പിന്നെ അന്നേരം അതിൻ്റെ അടിയിലായി പോയിരുന്നു. കൊല്ലം തെന്മല ഇടപ്പാളയം സെന്റ് ജോർജ് ചർച്ചിൽ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. ഇടവക വികാരി ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കേറ്റു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുകൾ തുടരുന്നു. ജോലി ചെയ്യാത്ത തൊഴിലാളികളുടെ പേരിൽ പണം പിരിച്ച് തിരുവനന്തപുരം കുളത്തൂർ പഞ്ചായത്ത്. തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലെത്തിയ പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുന്ന തൊഴിലുറപ്പ് മേറ്റിന്റെ ശബ്ദ സന്ദേശം 24 ലഭിച്ചു. 24 ബ്രേക്കിംഗ്. ജോലി ചെയ്യാത്ത തൊഴിലാളികൾ ജോലി ചെയ്തെന്ന് കാണിച്ചുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ഏറെയും. പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് പദ്ധതി അട്ടിമറിക്കുന്നത്. തിരുവനന്തപുരം പെരിങ്കിടവിള പഞ്ചായത്തിലെ ഇതേ ക്രമക്കേട് 2 ആഴ്ച മുമ്പ് 24 പുറത്തുവിട്ടിരുന്നു. സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരു ധാരണയുണ്ടായി. ആ ധാരണയിൽ നമ്മൾ 9 മണി മുതൽ 4 മണി വരെ നിങ്ങൾ ആരെങ്കിലും വന്ന് പുറത്തു നിന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം. നമ്മൾ 9 മണി മുതൽ 5 മണി വരെയാണെന്ന് പറയണം. ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഇതിനകത്ത് അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. എന്നാൽ അഴിമതി പകർച്ചവ്യാധി പോലെ പടരുകയാണ്. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന റോഡ് പണിയുടെ മസ്റ്റർ റോളിൽ ഒപ്പിട്ടവരുടെ അക്കൗണ്ടുകളിൽ പണം വന്നിട്ടുണ്ടെന്നും അത് വേഗം എടുത്തു നൽകണമെന്നും തൊഴിലാളികളോട് പറയുന്ന ശബ്ദ സന്ദേശം 24 ലഭിച്ചു. നമ്മൾ നടപ്പാതയുടെ 8 ദിവസത്തെ ഫോട്ടോ എടുത്ത പൈസ ഇന്ന് ജോയ് സാർ വിളിച്ചിരുന്ന് നിർബന്ധമായി എടുത്തു കൊടുക്കണം. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് പഞ്ചായത്തിൽ പൈസ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പൈസ എടുത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. തരുമെന്നുള്ളവർ വിളിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ ഈ കിട്ടിയവരുടെ പൈസയും തരാത്തവരുടെ ലിസ്റ്റും കൊണ്ട് പഞ്ചായത്തിൽ പോകും. കോൺട്രാക്ടർമാർ മെറ്റീരിയൽസ് ഇറക്കി യന്ത്രസാമഗ്രികൾ എത്തിച്ച് അവരുടെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കും. എന്നാൽ തൊഴിലുറപ്പ് നിയമപ്രകാരം കോൺട്രാക്ടർമാർക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ മാത്രമേ അനുമതിയുള്ളൂ. അതിനാൽ പഞ്ചായത്തിൽ ജോബ് കാർഡുള്ള തൊഴിലാളികൾ പണി ചെയ്യാതെ മസ്റ്റർ റോളിൽ ഒപ്പ് മാത്രം രേഖപ്പെടുത്തും. ഈ ഹാജറിന്റെ അടിസ്ഥാനത്തിൽ പണം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ വരും. ഈ തുക തൊഴിലാളികളിൽ നിന്നും മേറ്റിനെ ഉപയോഗിച്ച് കളക്ട് ചെയ്ത പഞ്ചായത്തിലെ തൊഴിലുറപ്പിലെ കരാർ ജീവനക്കാരനായ അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്ക് കൈമാറും. ഇവർ കമ്മീഷൻ വാങ്ങിയ ശേഷം കോൺട്രാക്ടർക്ക് നൽകും. ഇതാണ് അഴിമതിയുടെ നാൾ വഴി. തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല. ഇത് കൂടുതൽ ക്രമക്കേടുകൾക്കുള്ള പ്രോത്സാഹനമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൂവച്ചൽ ഖാദർ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച വാർത്താവതാരകനുള്ള അവാർഡ് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങി. മികച്ച പൊളിറ്റിക്കൽ സറ്റയർ അവതാരകയ്ക്കുള്ള അവാർഡ് 24 സബ് എഡിറ്റർ ശ്രീന്ദ കൃഷ്ണനും മികച്ച കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിനുള്ള അവാർഡ് 24 സംരക്ഷണം ചെയ്യുന്ന കലികാലത്തിന് ലഭിച്ചു. ഫ്ലവേഴ്സിലെ സ്മാർട്ട് ഷോ സംവിധായകൻ രജീഷ് സുഗുണൻ, മികച്ച കളറിനുള്ള അവാർഡ് ലഭിച്ച അനൂപ് ആന്റണി, മികച്ച താരജോഡികളായി തിരഞ്ഞെടുത്ത പ്രയാൻ വിഷ്ണു, സുസ്മിത, മികച്ച കോമഡി താരജോഡികളായി തിരഞ്ഞെടുത്ത സുധീഷ് പുനലൂർ, ബിജു വർഗീസ് തുടങ്ങിയവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര മികച്ച കലാസംവിധായകനുള്ള അവാർഡും ഏറ്റുവാങ്ങി. വൈലപ്പള്ളി സംസ്കൃതി ഭവനിലായിരുന്നു ചടങ്ങ്. ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂവച്ചൽ ഖാദറിന്റെ സ്മരണാർത്ഥം സിനിമ, സീരിയൽ, മാധ്യമ മേഖലയിലുള്ളവർക്കാണ് അവാർഡ് നൽകുന്നത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.